الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും അചഞ്ചലമായ വിശ്വാസമുള്ള മുഅ്മിനും സമർപ്പിതനായ മുസ്ലിമും സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖിയുമായി ജീവിച്ചു മരിക്കാൻ അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനിഷേധ്യമായ ദൃഷ്ടാന്തം എന്ന നിലക്ക് കാലങ്ങളുടെ ചക്രം വിശ്വാസികളുടെ മുമ്പിലൂടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സീസണുകൾ മാറി പുതു സീസണുകളിലേക്ക് മനുഷ്യൻ കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. കഠിന ചൂടിന്റെ വരണ്ട ഭൂമികൾ ശൈത്യത്തിന്റെ ആശ്വാസത്തിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ മാനത്ത് കുളിരിന്റെ സന്തോഷത്തെ അറിയിക്കുന്ന സുഹൈൽ നക്ഷത്രത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വാസികളുടെ മനോമുഖരത്തിൽ വീണ്ടും പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും പുതിയ പൂക്കൾ വിടരുന്ന ഹജ്ജിന്റെ കാലം കടന്നു വന്നിരിക്കുന്നു. വിശ്വാസി ലോകം മുഴുവനും ഇന്ന് ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജിനെ പരിചയപ്പെടുത്തിയത് അല്ലാഹു
കേവലം ചില എണ്ണ ദിവസങ്ങളിലെ കർമ്മങ്ങൾ എന്ന നിലക്കല്ല. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ, ഏറ്റവും പ്രതിഫലാർഹമായ ആരാധനാകർമ്മം അത് ചില മാസങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ആ മാസങ്ങളിലൂടെയാണ് ഇന്ന് വിശ്വാസി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതാ അല്ലാഹുവിന്റെ ഗേഹവും പുണ്യമണ്ണും തേടി യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ഒരു പറ്റം വിശ്വാസികളുടെ മനസ്സിൽ ചില വേദനകൾ അവർ കടിച്ചിറക്കുന്നു. അല്ലാഹുവേ, ജീവിതത്തിന്റെ ചില അത്യാവശ്യങ്ങൾ, ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ, അത് രോഗമായോ ജയിൽവാസമായോ ദാരിദ്ര്യമായോ എന്നെ പിടിച്ചു വച്ചില്ലായിരുന്നുവെങ്കിൽ നാഥാ, എന്റെ മാതാവ് എന്നെ പ്രസവിച്ച ദിനത്തിലെ പോലെ നിഷ്കളങ്കനായി മറഞ്ഞു തിരിഞ്ഞു വരാനുള്ള ഒരു അവസരം സൃഷ്ടിച്ച ഹജ്ജിന്റെ നാളുകളിൽ എനിക്ക് ആ പുണ്യഭൂമിയിൽ എത്താൻ കഴിയുമായിരുന്നല്ലോ എന്ന നൊമ്പരം ഒരു ചെറിയ പറ്റം ആളുകളുടെ മനസ്സുകളിൽ ഇന്ന് ഓളം തള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ലോകമുള്ളത്. പക്ഷേ സങ്കടം അതല്ല. ലോകത്തിലെ എണ്ണത്തിൽ വളരെ കൂടുതലുള്ള മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സുകൾ ഈ ഒരു നൊമ്പരം പിടികൂടാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും കഷ്ടം. അങ്ങനെയൊന്നും അവർ അറിഞ്ഞിട്ട് പോലുമില്ല. ശൈത്യത്തിന്റെ പടിവാതിക്കലേക്ക് ഞാൻ ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് 6 മണിക്കും 7 മണിക്കും ജോലിക്ക് പോകുന്നവൻക്ക് എന്റെ കാർ സ്റ്റാർട്ടാകുമ്പോൾ കാറിന്റെ ഉള്ളിൽ തീപാറുന്ന ചൂട് അനുഭവപ്പെടാതിരുന്ന നേരത്ത് രാവിലെ തന്നെ AC ഓൺ ചെയ്യേണ്ടതില്ലാത്ത വിധത്തിലേക്ക് മാറിയപ്പോ ചൂട് പോയി തണുപ്പിലേക്ക് വരുന്നുണ്ട് എന്ന് അവന് തോന്നി തുടങ്ങുന്നു. പക്ഷേ ജീവിതത്തിലെ അവന്റെ ആരാധനയുടെ, അവന്റെ വിശ്വാസത്തിന്റെ, അവന്റെ ആദർശത്തിന്റെ കലണ്ടറിൽ പുണ്യത്തിന്റെ മറ്റൊരു ലോകം, മറ്റൊരു പേജ് മറഞ്ഞു വീണത് അധികം ആളുകളും അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അത് നൊമ്പരപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഒന്നും അവർ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതാണ് മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊരു സങ്കടമാണത്! എന്തുകൊണ്ടാണ് ആളുകളിൽ അധിക പേരും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ഏറ്റവും അവസാനത്തെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തെ ബാധ്യതയായ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിച്ചാൽ ബാധ്യത തീരുന്ന അള്ളാഹുവിനോടുള്ള ഈ മഹത്തായ ആരാധനാ കർമ്മത്തെ കുറിച്ച് എന്തുകൊണ്ട് അവർ ആലോചിക്കുക പോലും ചെയ്തില്ല? കാരണം നമ്മുടെ പൊതുസമൂഹം നമ്മളിൽ ഉണ്ടാക്കിയ ഒരു മനോഭാവം, ഒരു ചിന്തയുണ്ട്. ഹജ്ജെന്ന് പറഞ്ഞാൽ എല്ലാ ബാധ്യതകളും കഴിഞ്ഞതിന് ശേഷം നിർവഹിച്ചാൽ മാത്രം മതിയാവുന്ന ഒരു കാര്യമാണ്. അത് എന്നെ ബാധിച്ചിട്ടില്ല, അത് എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നവർ വിചാരിക്കുന്നു. മുസ്ലിം ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും അള്ളാഹു എന്നോട് ഇങ്ങനെ ഒരു കാര്യമേ കൽപ്പിച്ചിട്ടില്ല എന്ന് അവർ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഈ വചനം, വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മനുഷ്യർ അവരുടെ മേൽ ബാധ്യതയാണ് അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് യാത്ര പുറപ്പെടാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ ഒത്തുവന്ന എല്ലാ ആളുകളുടെ മേലും അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ആരെങ്കിലും എന്നോട് നന്ദികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയട്ടെ, അള്ളാഹുവിന് നിങ്ങളുടെ യാതൊരു സഹായവും ആവശ്യമില്ല എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം എന്നോടാണെന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം പ്രായപൂർത്തിയായ ആളുകളും വിചാരിക്കുന്നു പോലുമില്ല. അവർ വിചാരിക്കുന്നു അത് മറ്റാരോടോ ആണ് അള്ളാഹു പറഞ്ഞത്. താടി നരച്ച്, എല്ലുകൾ നുരുമ്പി, തൊലികൾ ചുളിഞ്ഞ്, വസ്ത്രങ്ങളുടെയും ജീവിതാഭാസങ്ങളുടെയും ഒക്കെ അലങ്കാരങ്ങളോട് മടുപ്പ് തോന്നി വീട്ടിലിരിക്കുമ്പോഴാണ് അവൻ ഇത്തരം ഒരു ചിന്ത വരേണ്ടത് എന്ന് മുസ്ലിം ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നു. എന്നാൽ സത്യത്തിൽ എന്താണ് ഹജ്ജ്? സഹോദരന്മാരെ, ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം
അവന് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ ഒത്തുവന്നാൽ വൈകിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത, ഉതിറില്ലാത്ത, ഒഴിവ് കഴിവില്ലാത്ത ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമാണ് ഈ അള്ളാഹുവിനുള്ള ഹജ്ജ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറദ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. വിശ്വാസികളെ, വിശ്വാസി എന്ന് എപ്പോഴാ അള്ളാഹു വിളിക്കൽ? മനുഷ്യരെ, ഇന്നല്ലാഹ ഖദ് ഫറദ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. നിങ്ങളുടെ മേൽ അല്ലാഹു ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നു. നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഒരു ഫർള് എപ്പോഴാ ഒരാൾക്ക് മുക്കല്ലഫാകുന്നത്? എപ്പോഴാണ് തക്ലീഫത്ത് ഉണ്ടാകുന്നത്? ഫർള് എപ്പോഴാണ് നമ്മൾ വീടി തുടങ്ങേണ്ടത്? എപ്പോഴാണ് ഫർള് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം കുറ്റക്കാരോ ചോദ്യം ചെയ്യപ്പെടുന്നവരോ ആകുന്നത്? നമ്മളൊക്കെ അറിയാം, നമസ്കാരം ഒരു ഫർളാണ്, സകാത്ത് ഫർളാണ്, ഹജ്ജ് പിന്നെ റമദാൻ നോമ്പ് ഫർളാണ്. എപ്പോഴാണ് നമ്മുടെ ആ ഫർള് തുടങ്ങല്? നമ്മുടെ ഉത്തരവാദിത്തങ്ങളും തിരക്കും ആവശ്യങ്ങളും ദാഹങ്ങളും ഒക്കെ തീർന്നതിനും ദാഹം ക്ഷമിക്കാനും വിശപ്പ് സഹിക്കാനും ഒക്കെയുള്ള സാമൂഹികവും കൗടുംബികവും ശാരീരികവുമായ ശേഷി വന്നതിന് ശേഷമാണോ നമ്മൾ നോമ്പ് തോൽക്കാൻ തുടങ്ങാറുള്ളത്, നമസ്കരിക്കാൻ തുടങ്ങാറുള്ളത്? അല്ല, പ്രായപൂർത്തിയായത് മുതലാണ്, മുക്കല്ലഫാകുന്നത് മുതലാണ്. ആ നേരത്ത് തന്നെ നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുന്നില്ല. എന്നാൽ സത്യത്തിൽ അതല്ലേ? അതിലേക്ക് വഴിയാലും മുതലാലും നിയമപരമായും അഥവാ വഴി മുതൽ ആരോഗ്യം, ഈ 3 കാരണങ്ങൾ ഒത്തുവന്ന ഒരു മുസ്ലിമായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതകളിൽ ഒന്ന് തന്നെയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി നേരത്തെ പുറപ്പെടുക, നേരത്തെ തന്നെ ഹജ്ജ് നിർവഹിച്ച് കളയുക എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കി, എല്ലാ പണ്ഡിതന്മാരും ആ വിഷയത്തെ കുറിച്ച് ഹജ്ജ് വുജൂബാകുന്നത് അത് നേരത്തെ വേണോ വൈകിപ്പിക്കണമോ എന്ന് ചോദിച്ച ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് അതെത്രയും നേരത്തെ തന്നെയാകലാണ് അവന് ബാധ്യത എന്നതാണ്. നിങ്ങൾ നോക്കുക, പിന്നെ അതിലേറ്റവും ബലപ്പെട്ട അഭിപ്രായം, ഒരാൾക്ക് ഈ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവർ ഹജ്ജ് നേരത്തെ നിർവഹിക്കലാണ്. ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ വജബ അലൈഹിൽ ഹജ്ജു വഅംകനഹു ഫിഅലഹു വജബ അലൈഹി അലൽ ഫൗരി. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയും അവൻ അതിനുള്ള സൗകര്യം വന്നെത്തുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കൽ അവന് വാജിബാണ്. വലം യുജ്സ ലഹു തഖീറുഹു, അവനത് നീട്ടിവെക്കൽ ഒരിക്കലും അനുവദനീയമല്ല. ഇത് തന്നെയാണ് ഇമാം അബൂ ഹനീഫയും പറഞ്ഞത്. ഇബ്നു ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖദറ അലൽ ഹജ്ജി വലം യഹുജ്ജുൽ ഫരീദ വഅഖറഹു ബിഗൈരി ഉദ്രിൻ. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയും എന്നിട്ട് അവർ അതിനെ കാരണമില്ലാതെ നീട്ടിവെക്കുകയും ചെയ്താൽ അവൻ ഏറ്റവും വലിയൊരു മുൻകറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവനൊരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. അത് ഹജ്ജ് ചെയ്യുക മാത്രമല്ല, അള്ളാഹുവിനോട് അവൻ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമിനോട് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഹൽ വുജൂബുൽ ഹജ്ജു അലൽ ഫൗരി അം അലൽ തറാഹി, വൈകിട്ടാണോ ഹജ്ജ് ചെയ്യേണ്ടത് അതല്ല നേരത്തെ തന്നെ ഹജ്ജ് നിർബന്ധമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സഹീഹു അന്നഹു വാജിബുൻ അലൽ ഫൗർ, ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യൽ വാജിബാണ്. വഅന്നഹു ലാ യജൂസു ലിൽ ഇൻസാൻ, ഒരു മനുഷ്യന് അനുവദനീയമല്ല അല്ലദി ഇസ്തതാഅ യഹുജ്ജ ബൈത്തല്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ ഭവനത്തിനെ, പരിശുദ്ധ ഭവനത്തിനെ ഉദ്ദേശിച്ച് യാത്ര പുറപ്പെടാൻ സാധ്യമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നീട്ടിവെക്കുന്നത്. മറ്റ് എല്ലാ മതപരമായ വാജിബുകളെ പോലെ തന്നെ, നോമ്പിനെ പോലെ, ഹജ്ജിനെ പോലെ, സകാത്തിനെ പോലെ, നോമ്പിനെ നമസ്കാരത്തെ പോലെ തന്നെ. അതാ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹജ്ജിന് പുറപ്പെടണമെന്ന് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെ തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിലേക്ക് ധൃതി കാണിക്കണം. യാനി അൽ ഫരീള, അഥവാ നിർബന്ധമായ ആദ്യത്തെ ഹജ്ജ്. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅറുദു ലഹു, ആർക്കും അറിയുകയില്ല നാളെ അവന് എന്താണ് ബാധിക്കുക എന്ന് അവൻ അറിയുകയില്ല.
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, അവനൊരു പക്ഷേ രോഗമോ മറ്റു കാര്യങ്ങളോ അവനെ പിടിച്ചു വെച്ചേക്കാം. മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് മനസ്സിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അവൻ എത്രയും പെട്ടെന്ന് അത് ധൃതി കാണിക്കണം. ഫഇന്നഹു ഖദ് യഅറുദു അൽ മരീദ് വതദില്ലു അൽ വതഅറുദു അൽ ഹാജ, ഒരുപക്ഷേ നാളെ നിങ്ങളെ എന്തെങ്കിലും രോഗം പിടിച്ചു വെച്ചേക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങളിൽ നിന്ന് വഴികേടിലായി പോയേക്കാം. വതഅറുദു അൽ ഹാജ, അതല്ലെങ്കിൽ മറ്റു ബാധ്യതകൾ നിങ്ങളെ പിടികൂടിയേക്കാം. അന്ന് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിച്ചാൽ പോലും കഴിയുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹജ്ജിനെ കുറിച്ചുള്ള ചിന്ത അത് ഏത് നേരവും പ്രായപൂർത്തിയായാൽ സാമ്പത്തികമായും ശാരീരികമായും വഴിയാലും നയതന്ത്രപരമായി സുരക്ഷയും ഒത്തുവരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വിവാഹം കഴിയലോ, കുട്ടികളും മക്കളും ഉണ്ടാകലോ, വീട് പണി പൂർത്തിയാകലോ, പെൺകുട്ടികളെ മുഴുവനും കെട്ടിച്ചയക്കലോ, അങ്ങനെ നാട്ടിലുള്ളവരെ മുഴുവനും സഹായിച്ചു തീർക്കലോ, അങ്ങനെ ഒന്നും കാത്തിരിക്കുവാനുള്ള ഒരു അവസരമില്ല. മറിച്ച് നമുക്കറിയില്ല മരണം നമ്മളെ എന്ന് പിടികൂടുമെന്ന്, ദാരിദ്ര്യം നമ്മളെ എന്ന് കവർന്നെടുക്കുമെന്ന്, അതേപോലെ തന്നെ നയതന്ത്ര പ്രശ്നങ്ങളും തടസ്സങ്ങളും എന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അതിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പറയും ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കോട്ടകളും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ കൂടിപ്പോകില്ലേ? ഏതൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ മാറുന്നതും അറിയുന്നതും. ഇന്ന് അത്രയേ അപേക്ഷകളും കാര്യങ്ങളുള്ളൂ. അത് വെച്ചിട്ടുള്ള നയതന്ത്ര നിയമങ്ങളും പിന്നെ രീതികളുമാണ് ഓരോ രാജ്യവും. ചില രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഹജ്ജിന് പോയാൽ കാണാം, നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വളരെ വയസ്സായ ആളുകൾ വരുന്നത്. ചില രാജ്യങ്ങളിലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ നിറഞ്ഞു കാണുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എപ്പോഴാണ് അവർ വരുന്നത്? അവർ യുവത്വത്തിലാണ് വരുന്നത്. അവർ കൗമാരത്തിന്റെ പടിവാതിൽ കളഞ്ഞ് യുവത്വത്തിന്റെ പച്ചപ്പുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവർ ആദ്യം വരുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലാണ്. വിവാഹത്തിന്റെ മുമ്പ് അവർ ഹജ്ജ് തീർക്കുന്ന ഒരുപാട് രാജ്യങ്ങളെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലോകം, മുസ്ലിം സമൂഹം അത്തരം ഒരു ധൃതിയും അത്തരം ഒരു ആവേശവും അത്തരം ചില ചുവടുവെപ്പുകളും നടത്താത്തത് കൊണ്ട് തന്നെ സർക്കാർ അത് ആലോചിച്ച് നമ്മളോട് പറയേണ്ടത് എടുക്കല്ലോ. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ലക്ഷോപിലക്ഷം അപേക്ഷകൾ കുന്നുകൂടുകയും യുവാക്കളൊക്കെയും സാമ്പത്തികമായി കേവലം 1-2 ലക്ഷം 2-3 ലക്ഷം രൂപയുടെ ചിലവുള്ള ഒരു പദ്ധതിക്ക് ഇന്നത്തെ യുവതലമുറ ആദ്യം തന്നെ മുൻകൈയെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറുമെന്നതാണ് മറ്റ് രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നീ ഈ നീട്ടിവെക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കി. സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടോ പുറത്തു പോകാനുള്ള ഒഴിവില്ലാത്തത് കൊണ്ടോ ആണോ മുസ്ലിം ലോകത്തിലെ ഭൂരിപക്ഷം യുവാക്കളും യുവതികളും ഹജ്ജിന് പോകാത്തത്? എന്നാൽ ഹജ്ജ് നീട്ടിവെക്കുന്ന ആളുകൾ ദേശാടനങ്ങളിൽ അവരുടെ ഒഴിവുകാലങ്ങൾ അവർ സിംഗപ്പൂരിൽ നിറഞ്ഞു കവിയുകയാണ്, അവർ മലേഷ്യയിലും ചൈനയിലും ഓടിക്കളിക്കുകയാണ്, പൗരസ്ത്യ ദേശങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബസമേതം അവരാണ് പറയുന്നത് സാമ്പത്തികമായി സുരക്ഷിതമായിട്ടില്ല, അവരാണ് പറയുന്നത് കൗടുംബികമായി ഞാൻ സ്വതന്ത്രനായിട്ടില്ല, അവരാണ് പറയുന്നത് നയതന്ത്രപരമായോ രാഷ്ട്രീയപരമായോ എന്റെ സന്ദർഭം വന്നിട്ടില്ലെന്ന്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇവിടേക്ക് പോകാനുള്ള സംഖ്യയും ഇവിടേക്ക് പോകാനുള്ള ആരോഗ്യവും ഇവിടേക്ക് പോകാനുള്ള യാത്രാ സൗകര്യങ്ങളും മാത്രം പോരെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം ഏതാണ്? അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആരാണ്? നിങ്ങൾ തേടിപ്പോകുന്ന രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നില്ല. അവിടുത്തെ ഭരണാധികാരികളൊന്നും നിങ്ങൾക്ക് ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടുകളിൽ വരികയില്ല. മറിച്ച് നിങ്ങൾ ചെന്ന് വാതിൽ മുട്ടുകയാണ്. എവിടെയാണ് ബീച്ചുള്ളത്? എവിടെയാണ് പച്ചപ്പുകൾ ഉള്ളത്? എവിടെയാണ് അരുവിയുള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റുകൾ ഉള്ളത്? നൈറ്റ് ലൈഫ് ഏറ്റവും സുഖകരമായത് എവിടെയാണ്? നിങ്ങൾ പോകുന്നതിന്റെ മുമ്പ് തന്നെ അറിയപ്പെട്ട പ്രസിദ്ധീകരണശാലകളിലെ ഗൈഡ് വാങ്ങി പഠിച്ചാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ടാക്സി വിളിക്കുന്നു, ഡ്രൈവറോട് ചോദിക്കുന്നു, ഗൈഡിനെ നിങ്ങൾ വിലക്കെടുക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞു പിടിച്ച് സുഖങ്ങളെ തേടി പോകുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്നവനെ കാത്ത് ആരാണ് നിൽക്കുന്നത്? പടച്ച റബ്ബിന്റെ അതിഥികളായാണ് നിങ്ങൾ വരുന്നത്. ളുയൂഫുർ റഹ്മാൻ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്.
ആരാണ് ദുയൂഫുർ റഹ്മാൻ? പരമകാരുണികന്റെ അതിഥിയാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങളെ ഇതാ മലായിക്കത്തുകൾ നിങ്ങളുടെ യാത്രാ സന്നാഹങ്ങളോടുകൂടി നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു വന്നിരിക്കുന്ന ഒരു യാത്രയെ കുറിച്ച് നിങ്ങൾ തീരുമാനിച്ചു നോക്കൂ. പോകട്ടെ, ഒരു രാജ്യത്ത് 10 ലക്ഷത്തോളം വരുന്ന പൗരന്മാർ ജീവിക്കുന്ന ഒരു അന്യ രാജ്യത്തെ ഒരു എംബസിയുടെ പ്രതിനിധി എങ്ങാനും നമ്മളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എത്ര അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ യാത്രയെ കുറിച്ച് നാം ആളുകളോട് സംസാരിക്കുക. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജിദ്ദ എയർപോർട്ടിലോ അതല്ലെങ്കിൽ സൗദിയുടെ ബോർഡറിലോ അതല്ലെങ്കിൽ മക്കയുടെ മീഖാത്തിലോ അള്ളാഹുവിന്റെ കാരുണ്യവാനായ പടച്ച റബ്ബിന്റെ മലായിക്കത്തുകൾ നിങ്ങളെ സലാം പറഞ്ഞുകൊണ്ട് പിടിച്ച് സ്വീകരിച്ച് നിങ്ങളെ ആനയിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ, അള്ളാഹുവിന്റെ വിശുദ്ധ വെള്ളത്തെ കുടിക്കാൻ, നിങ്ങളുടെ രോഗങ്ങളെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയും ഏറ്റെടുക്കുവാൻ തയ്യാറായി പടച്ച റബ്ബ് അവിടെ കാത്തു നിൽക്കുന്നു. ബന്ധുമായി മഗ്ഫിറത്തുൻ കബീർ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ പാപമോചനവുമായി. അവിടേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ലേ? അവിടേക്ക് പോകാൻ നമുക്ക് ആഗ്രഹം വരുന്നില്ലേ? ഒരാഗ്രഹമെങ്കിലും ജനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? ഒരാശയുടെ നാമ്പടിക്കാൻ പോലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലേ? ഈ വിശ്വാസത്തിന്റെ ഒരു വിശ്വാസി എന്ന നിലക്ക് ആരോഗ്യം തന്ന അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയും, അവന് ഞാൻ ആരോഗ്യം കൊടുത്തു, അവന് ഞാൻ നല്ല ശരീരം കൊടുത്തു, എന്നിട്ടും അവനെങ്ങാനും ഹജ്ജ് ചെയ്യാൻ വന്നിട്ടില്ലെങ്കിൽ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾക്ക് എളുപ്പമുണ്ടായി എന്നിട്ട് ഹജ്ജ് ചെയ്യാതവൻ മരിച്ചാൽ അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മരിക്കട്ടെ എന്നാ റസൂൽ പറഞ്ഞത്. മറ്റൊരു ഹദീസിലും ഇതുപോലെ തന്നെ കാണുന്നത് കാണാം. അതേപോലെ തന്നെ അള്ളാഹു അവന് കൊടുത്ത അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങൾ അവൻ ഉപയോഗിക്കാതെ മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കേട്ടു നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയുകയാണ്, ഇന്ന അബ്ദൻ സഹഹ്തു ലഹു ജിസ്മ വവസ്സഅതു ലഹു വസ്സഅതു അലൈഹി ഫിൽ മഈശ വതഅസി അലൈഹി വതംദി അലൈഹി 5 അഅവാമിൻ ലാ യഫ്ദു ഇലയ്യ ലമഹ്റൂമുൻ. ഒരു അടിമക്ക് അവന് ഞാൻ ആരോഗ്യമുള്ള ശരീരം കൊടുത്തു, അവന്റെ ജീവിത സൗകര്യങ്ങളിൽ ഞാൻ വിശാലത കൊടുത്തു, എന്നിട്ട് 5 കൊല്ലം കടന്നുപോയി, വലൻ യുഫ്ദ ഇലയ്യ, അവൻ എന്നിലേക്ക് വഫ്ദായി വന്നില്ല എങ്കിൽ ലമഹ്റൂമുൻ, അവൻ എന്റെ അനുഗ്രഹ കാരുണ്യങ്ങളിൽ നിന്ന് തടയപ്പെട്ടവനാണ്. 5 കൊല്ലം. ഇനി നമ്മൾ ചിന്തിക്കൂ യുവാക്കളെ, യുവതികളെ, സഹോദരിമാരെ, എവിടെയാണ് നമുക്ക് തടസ്സം? സാമ്പത്തികമാണോ? എന്തുകൊണ്ട് നമ്മൾ ജോലിയിൽ കയറുന്നു? ഇന്നത്തെ ചെറുപ്പക്കാരികൾ നല്ല ശമ്പളത്തോടു കൂടി ജോലി കിട്ടാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാസമ്പന്നരാണ് ഇന്ന് എല്ലാ ആളുകളും. ആദ്യത്തെ 2-3 വർഷത്തെ പ്രൊജക്ട് എന്താ? സാധാരണ ഇന്നത്തെ നമ്മുടെ മക്കളെ ജോലി കയറ്റിയാൽ ഒന്നുമില്ല. എന്താ ഉണ്ടാവുക? ആ പൈസക്കോടെ പോകും, ഏടക്കൊല്ലം പോകും, ഒരു പ്രൊജക്റ്റും ഇല്ല. മുന്നിൽ പ്രൊജക്ട് വെച്ച് കൊടുക്കി. ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോഴാണ്. ആദ്യത്തെ 2-3-4 കൊല്ലത്തെ വരുമാനം എവിടെ പോയി എന്ന് ഒരു പിതാവും ചോദിക്കലില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവനൊരു എന്താ പറയാ, ലോക്കിഡ് എന്ന് പറയാ. അപ്പോഴേ അവന്റെ പൈസ ഒക്കെ വരുന്നതും പോകുന്നതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് നിയന്ത്രണം ഇല്ലാത്തത്? ഈ ആദ്യത്തെ 3 കൊല്ലം വിവാഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഗ്രാജുവേറ്റ് ആയി ജോലിയിൽ പ്രവേശിച്ചാൽ മകന്റെ മുമ്പിൽ നിങ്ങൾ ആദ്യത്തെ പ്രൊജക്ട് സമർപ്പിക്കൂ? മോനെ, ആദ്യത്തെ നിന്റെ പ്രൊജക്ട് അടുത്ത കൊല്ലം, 2ാമത്തെ കൊല്ലം ഞാനും ഭാര്യ ഹജ്ജിന് പോകാൻ വിചാരിക്കുന്നുണ്ട്, നീ ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അത് വലിയ ചെലവാ? ഇനി വിവാഹിതരായ നവദമ്പതിമാരെ ഞാൻ ചോദിക്കട്ടെ, വിവാഹാനന്തരം ഹജ്ജിന് പോകാൻ നിങ്ങൾക്ക് എന്താ തടസ്സം? നിങ്ങൾ ആരെയാ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്രമം തരാത്ത കൈക്കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് വരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അന്ന് നിങ്ങൾക്ക് സൗകര്യത്തിന് പോകാൻ കഴിയില്ല. നിങ്ങളുടെ വിവാഹാനന്തരമുള്ള ആ ഹണിമൂണിന്റെ ഏറ്റവും സന്തോഷപ്രദമായ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ, കൈക്കുഞ്ഞുങ്ങൾ കയ്യിലില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വതന്ത്രമായി ആദ്യത്തെ പ്രൊജക്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരു യാത്ര തീരുമാനിച്ചുകൂടെ? ഭാര്യ കൂടിയുള്ള ടിക്കറ്റിനുള്ള പൈസ ഹജ്ജിന്റെ ചെലവില്ല എന്നാണോ ഭർത്താവ് പറയുന്നത്? ഭർത്താവിന്റെ പണം കൊണ്ട് ഹജ്ജിന് പോകണമെന്നില്ലല്ലോ. നിന്റെ പിതാവ് വിവാഹ സമ്മാനമായി ആധുനിക പ്രശസ്തമായ നമ്മളുടെ ജ്വല്ലറികളിലെ ഫാക്ടറികളിലെ സർവ്വ ഡിസൈനുകളും
നിന്റെ ശരീരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്ന കല്യാണ ദിവസത്തെ ആഭരണങ്ങളുടെ കൂട്ടം നീ എത്ര ദിവസം അണയാറുണ്ടത്? നിന്റെ വിവാഹ നാളിൽ ആളുകളുടെ മുമ്പിൽ സാനിയ മിർസക്കും സിനിമാ നടികൾക്കും പകരം ജ്വല്ലറികളുടെ പരസ്യക്കാരിയായി നീ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമില്ലേ? സർവ്വ ആഭരണ വിഭൂഷണിയായി മഫ്തയിട്ട ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീയുടെ ശരീരങ്ങൾ പോലും സ്വർണങ്ങൾ കൊണ്ട് പൊതിയുന്ന ഏറ്റവും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം നീ ആഭരണം അണിയുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ തീരെ നീ അണിയുന്നില്ല. സഹോദരി, ആ ആഭരണത്തിൽ നിന്ന് ഒരു 5 പവൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം കണ്ട് നിനക്ക് പോന്നുകൂടെ? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? അതുകൊണ്ട് ബാദിറു ഇലൽ ഹജ്ജ്, സഹോദരികളെ, സഹോദരന്മാരെ, ഹജ്ജ് അത് ശരീരം നുരുമ്പി എല്ലുകൾ തണുത്ത് രക്തം വറ്റി മുടികൾ നിറച്ചതിന് ശേഷം മാത്രം ടിക്കറ്റ് കിട്ടുന്ന ഒരു യാത്രയല്ല. മറിച്ച് പ്രായപൂർത്തിയായി സാമ്പത്തികമായി, ശാരീരികമായി, രാഷ്ട്രീയപരമായി സൗകര്യങ്ങൾ വരുന്നതോടുകൂടി നിർബന്ധമാകുന്നതാണ്. അതിലേക്ക് നമ്മൾ ധൃതി കാണിക്കണം. അത് നിറവേറ്റിയിട്ട് വേണം നമുക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുത്തക്കികളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്നും ബാധ്യതകളും കടപ്പാടുകളും അള്ളാഹുവിനോടുള്ളത് ഏറ്റവും ആദ്യം മുൻഗണന നൽകി നിർവഹിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാർ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങുന്ന കാലം മുതൽ തന്നെ നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒന്നാണ് ഹജ്ജ്. ആ തുടക്കത്തിൽ തന്നെയാണ് ഹജ്ജ് നല്ലത്. തുടക്കത്തിലാവാൻ പരമാവധി അവൻ ശ്രമിക്കണം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലോകത്ത് ഒരു മനുഷ്യന്റെ ജീവിത വിജയം എങ്ങനെ വിജയിക്കാം എന്ന് പറയുന്ന ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഹൗ ടു വിൻ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. നീണ്ട പരിചയത്തിൻ്റെയും പഠനത്തിൻ്റെയും ഗഹനമായ ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്ന് ലോകത്തിൽ ആളുകളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുക. എന്തിനാണ്? എല്ലാവർക്കും വിജയിക്കണം. വിജയം നേടാനുള്ള അടിസ്ഥാന ചുവടുവെപ്പുകളിൽ ഈ ഗവേഷണ പ്രബന്ധങ്ങൾ മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തേത് മാനദണ്ഡം ആറ്റിറ്റ്യൂഡാണ്. ഒക്കെ പറയാൻ ആളുകൾക്കറിയാം. മനോഭാവം, നല്ല മനോഭാവം. അങ്ങനെ ഒരു സാധനമുണ്ട്. ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിൽ വിജയിക്കാൻ ഭൗതികമായ ഗവേഷണത്തിൽ ഭൗതികമായ ബുദ്ധികൾ ഭൗതികമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ വെച്ചു കൊടുത്തതാണ് ഈ ആറ്റിറ്റ്യൂഡ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത വിജയം എന്ന് പറയുന്നത് എന്താ? ജീവിത വിജയം എന്ന് പറയുന്നത് പരലോകത്ത് വിജയിക്കലാണ്. അതാണ് അവന്റെ ജീവിത വിജയം. അതിനും മനോഭാവം വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ കേൾക്കുന്നതാ. ഖുർആൻ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യനെ അള്ളാഹു മാറ്റില്ല അവന്റെ സ്വയം മാറുന്നത് വരെ. സ്വയം മാറലാണ് അവനവന്റെ മനോഭാവം, ജീവിതത്തെ കുറിച്ചുള്ള മനോഭാവം മാറ്റുക എന്നത്, നന്നാക്കുക എന്നതാണ് വിജയിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ ഒരു മുസ്ലിമിന് ആ മുസ്ലിമിന് അവന്റെ കൃത്യമായ ജീവിതത്തെ കുറിച്ചുള്ള മാനദണ്ഡം, മുഴു മനോഭാവം മാറ്റി എഴുതുക, നന്നാക്കി തീർക്കുക എന്നത് തന്നെയാണ് ജീവിത വിജയത്തിനുള്ള ഉപാധിയെങ്കിൽ ആ ഉപാധിക്ക് ഏറ്റവും അനുയോജ്യമായ പരിശീലന കളരിയാണ് ഹജ്ജ്. അതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ പരിശീലന കളരിയാണ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹജ്ജ്. 5 മനുഷ്യന്റെ മനോഭാവത്തെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിനോടുള്ള കേവലം ഒരു മുസ്ലിം സമുദായത്തിലെ മകനായി മകളായി ജനിച്ചു എന്നത് കൊണ്ട് മാത്രം ആൾക്കൂട്ടത്തിൽ ഒരുവനായി ഒഴിഞ്ഞോടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ
കൃത്യമായ സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക്, ദീനിയായ തന്റെ ഇടത്തോടു കൂടിയുള്ള, ആദർശത്തോടു കൂടിയുള്ള, ആത്മാർത്ഥതയോടു കൂടിയുള്ള മതസമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് അവന്റെ മനോഭാവത്തെ മാറ്റിവരക്കാൻ ഏറ്റവും ഗുണകരമായി സഹായിക്കുന്ന ഒന്നാണ് ഹജ്ജ്. എന്നതുകൊണ്ട് തന്നെ ഹജ്ജ് ജീവിതത്തിന്റെ തുടക്കത്തിലാണ് നല്ലത്. കാരണം എന്താ? നിങ്ങൾ നോക്കൂ, 5ഓളം തലങ്ങൾ രീതിയിൽ ഒരു മനുഷ്യന്റെ മനോഭാവത്തെ, നല്ല മനോഭാവത്തെ രൂപപ്പെടുത്താൻ ഹജ്ജ് സഹായിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനോഭാവത്തിൽ ഏറ്റവും ആദ്യം അവൻ നേടിയെടുക്കേണ്ടത് എന്താ? വിമലീകരിക്കപ്പെട്ട വിശ്വാസമാണ്. അവന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ ചവിട്ടുപടി അത് വിമലീകരിക്കപ്പെട്ട ദൈവനിഷേധത്തിന്റെയും ബഹുദൈവാരാധനയുടെയും വിശ്വാസത്തിന്റെയും മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയായ ഒരു ഏകദൈവ വിശ്വാസം. നിങ്ങൾ നോക്കി, ഹജ്ജിലേക്ക് പുറപ്പെടുന്നവൻ മീഖാത്ത് മുതൽ ആരംഭിക്കുന്നത്, അവന്റെ ഇഹ്റാം മുതൽ ആരംഭിക്കുന്നത് ആ വിമലീകരിക്കപ്പെട്ട വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അതാണ് അവൻ ഉച്ചയിത്തരം പറയുന്നത്. മുസ്ലിം ലോകത്തിന് ആയിരക്കണക്കിന് പ്രതിസന്ധികളെ കുറിച്ചും പ്രതിഷേധങ്ങളും അലതല്ലുന്ന നേരത്തും അവന്റെ ലോക മുസ്ലിങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനത്തിൽ ആരും ഇതല്ലാത്ത മറ്റൊരു മുദ്രാവാക്യം വിളിക്കുന്നില്ല. അവിടെ വിളിക്കുന്ന മുദ്രാവാക്യം, പടച്ചവനെ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നീ ഏകനാണ്, നീ മാത്രമാണ് ഇലാഹ് എന്നത്. ആ തൗഹീദ് അരക്കിട്ടുറപ്പിക്കാൻ അത് സഹായിക്കുന്നു. രണ്ടാമതായി, ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. രണ്ടാമതായി, സമർപ്പണത്തെ പരിശീലിപ്പിക്കുന്നു. ഹജ്ജ് ഒരു പരിപൂർണ സമർപ്പണത്തിന്റെ ഒരു പരിശീലന കളരിയാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താ? അത് സമർപ്പണമാണ്. വമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിന് അവന്റെ മുഖത്തെ സമർപ്പിച്ചാൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. അങ്ങനെ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ സമർപ്പിക്കണം. അല്ലാഹുവിന്റെ മതത്തെ മുഴുവനാക്കി തീർക്കലാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ദൗത്യം. അതെപ്പോഴാണ് ഉണ്ടാവല്? അത് മെമ്പർഷിപ്പ് കൊണ്ടല്ല, അതൊരു വെള്ളിയാഴ്ച പള്ളിയിൽ പോയത് കൊണ്ടല്ല, അത് മനുഷ്യന്റെ വിവാഹം ഒരു പുരോഹിതനെ വിളിച്ച് പിന്നെ ആ നേതൃത്വത്തിൽ നടത്തിയത് കൊണ്ടല്ല, പെരുന്നാൾ ആഘോഷത്തിന് പുതിയ കോടി വാങ്ങിയത് കൊണ്ടല്ല, മറിച്ച് സമർപ്പണാക്കുന്നത് അല്ലാഹു റസൂലിനെയും നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ മേഖലകളിൽ നീ അനുസരിക്കുമ്പോഴാ. എങ്ങനെയാ ഈ അനുസരണം? ആ അനുസരണം പഠിപ്പിക്കുന്നു. ഹജ്ജ്. നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു, ഇരിക്കാൻ പറഞ്ഞെടുത്ത് ഇരിക്കുന്നു, ഓടാൻ പറഞ്ഞെടുത്ത് ഓടുന്നു, വസ്ത്രം അഴിക്കാൻ പറഞ്ഞെടുത്ത് വസ്ത്രം അഴിക്കുന്നു. നിന്റെ വസ്ത്രത്തിന്റെ അളവുകൾ നീ ഏത് ഭാഗത്ത് മറച്ചിടരുതോ എന്ന് പറയുന്നിടത്ത് മറച്ചിടുന്നില്ല. ഓടണമെന്ന് പറയുന്നിടത്ത് ഓടുന്നു, ഉറങ്ങണമെന്ന് പറയുന്നിടത്ത് അവിടെ വിരിപ്പില്ലെങ്കിൽ പോലും, പായല്ലെങ്കിൽ പോലും, അവിടെ കുശലില്ലെങ്കിൽ പോലും, വൃത്തിയുണ്ടോ ഇല്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിൽ പോലും, AC ഇല്ലെങ്കിൽ പോലും നീ കിടന്നുറങ്ങുന്നു. നീ ആരാണെന്ന്, ഇന്നലെ നീ ആരായിരുന്നു എന്നത് പ്രശ്നമല്ല, നീ അവിടെ കിടക്കുന്നില്ലേ? അങ്ങനെയാണ് നിന്റെ ഹജ്ജ് പഠിപ്പിക്കുന്നത്. 5-6 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഹജ്ജിൽ നീ സമർപ്പണം പഠിക്കുന്നു. അതെ, തിരിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരിക്കറിയാം ജീവിതത്തിന്റെ ഏത് തള്ളിച്ചയിലും ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമായ അച്ചടക്കമുള്ള വിധേയനായ മുസ്ലിം ആവേണ്ടത് എന്ന് ഹജ്ജ് നിന്നെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേത്, പുണ്യങ്ങളുടെ തീരുമാനങ്ങൾ, പുണ്യങ്ങൾ നിശ്ചയിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്ന് അവനെ പഠിപ്പിച്ചെടുക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ആത്മീയ വിപ്ലവത്തിന്റെയും ആത്മീയ വ്യവസായത്തിന്റെയും ഒരു ലോകമാണ്. ഇന്ന് എല്ലാ സ്ഥലത്തും ആളുകൾ പുണ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുണ്യങ്ങളുടെ ഔട്ട്ലെറ്റുകൾ ഇന്ന് മുളച്ചു പൊന്തുക. ആ ഔട്ട്ലെറ്റുകളിലെ കസ്റ്റമർ ആകുന്നതിൽ നിന്ന് മുസ്ലിം സമൂഹം ഇന്ന് പുറത്തല്ല. പക്ഷേ ഒരു ഹജ്ജിൽ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ അവൻ വിദ്യാഭ്യാസവും ചിന്തയും തുറന്നു വെച്ച കണ്ണും കാതുമുള്ളവനാണെങ്കിൽ അവൻ മനസ്സിലാകുന്നു പുണ്യത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അള്ളാഹ് എവിടെ പുണ്യമുണ്ടെന്ന് പറഞ്ഞോ അവിടെയാണ് പുണ്യം. അള്ളാഹ് എപ്പോ പുണ്യമുണ്ടെന്ന് പറഞ്ഞോ അപ്പോഴേ പുണ്യം. അത് പഠിപ്പിക്കുന്നില്ല ഹജ്ജ്? നിങ്ങൾ നോക്കി, ലോകത്തിന്റെ കോണുകളിൽ നിന്ന് നീണ്ട കാലത്തെ സ്വപ്നങ്ങൾ പങ്കുവെച്ച് കാത്തുവെച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിതത്തിലൊരിക്കൽ ഹറമിന്റെ മുമ്പിലെത്താൻ കഴിയുന്ന ഹജ്ജാജികളിൽ പലരും 1,00,000 റക്അത്താണ് ഒരു റക്അത്തിന്റെ കൂലി മറ്റു പള്ളികളിൽ നിന്ന് ഹറമിൽ നിസ്കരിച്ചാൽ. അങ്ങനത്തെ കഅബ അവിടെ നിർത്തിക്കൊണ്ട് ദുൽഹജ്ജ് 8 അവൻ എങ്ങോട്ടാ പോകുന്നത്? മിനയിലേക്ക്. 1,00,000 കൂലി കിട്ടുന്ന കഅബയെ അവിടെ നിർത്തി അവനോട് അല്ലാഹ് പറഞ്ഞു, നീ പോ. അതിന് പറയാൻ പറ്റുമോ? പഠിച്ചോനെ, ജീവിതത്തിൽ ഇങ്ങോട്ട് വന്നോണമെന്നില്ല, ആകെ കിട്ടിയൊരു 4 ദിവസമല്ലേ, ഞാൻ ദുഹ്ർ അസ്ർ അവിടെ പോയി നിസ്കരിക്കട്ടെ, ഞാൻ മഗ്രിബ് ഇശാവും കഅബത്ത് പോയി നിസ്കരിക്കട്ടെ, പറയാൻ പറ്റുമോ? ഇല്ല. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സ്ഥലം അറഫ. പക്ഷേ ദുൽഹജ്ജ് 9ന്റെ അപ്പുറത്തും
ദുൽഹജ്ജ് 9 ഇപ്പുറത്തും ലോകത്തിൽ ആരെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ പുണ്യങ്ങളുടെ മാനദണ്ഡം തീരുമാനിക്കേണ്ടത് പടച്ചറബാണ്. അള്ള പറഞ്ഞിടത്തും അള്ള പറയുന്നിടത്തും പറഞ്ഞ സ്ഥലത്തും പറഞ്ഞ സന്ദർഭത്തിലും പറഞ്ഞ കർമ്മങ്ങൾ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് പുണ്യം. ഇങ്ങനെ പലതും ബാക്കി ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം, കാരണം സമയം വൈകുന്നത് കൊണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ, ഇസ്ലാമികമായ മനോഭാവത്തെ രൂഢമൂലമാക്കുന്നതിൽ ഹജ്ജ് എന്തെന്നില്ലാത്ത സഹായം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഹജ്ജ് വേണ്ടത് ജീവിതത്തിന്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് സന്ദർഭമായാൽ ഹജ്ജിന് വേണ്ടി തീരുമാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. أقيموا الصلاة.